ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 27 ശനി. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഈശോ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ കരുണ തോന്നി, ഈശോ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. അപ്പോൾ കുഷ്ഠം മാറുന്നു. അതിനുശേഷം ഈശോ അവനോട് പറയുന്നു, നീ ആരോടും ഒന്നും മിണ്ടിയേക്കല്ലേ, തൽക്കാലം ഉപദ്രവിക്കരുത്, ആരോടും ഒന്നും മിണ്ടിയേക്കരുത്, പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുക്കി വിടുന്നതാണ്. പക്ഷേ ഇവൻ്റെ ഈ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇവൻ നാട്ടുകാരോടെല്ലാം പോയി വിശേഷം പറയുന്നു. ആ വിശേഷം പറയുന്നതിൻ്റെ അനന്തര ഫലം എന്താണെന്നറിയാമോ? ഈശോയ്ക്ക് പിന്നീട് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയാതെ വരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ ആ രംഗങ്ങൾ. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് 2 ചെറിയ ചിന്തകൾ ധ്യാനിക്കാം. ഇന്നത്തെ ബ്ലസ് 364-ൽ 2 ചിന്തകൾ. ഒന്നാമത്തത്, ഇവൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശൈലി കണ്ടോ? ഇവൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അതിന് നമ്മളൊന്ന് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം അങ്ങയുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് തരിക. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. നമുക്കൊത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി പ്രാർത്ഥനകളുണ്ട്, ഇഷ്ടം പോലെ കാര്യം പ്രാർത്ഥിക്കാനുണ്ട്. നീണ്ട ലിസ്റ്റാണ് നമ്മുടെ കയ്യിലൊക്കെ. എല്ലാം പറഞ്ഞു, കർത്താവിനോടല്ലാതെ മറ്റാരോട് പറയാനാണ്? പറഞ്ഞിട്ട് ഒടുക്ക ഒരു കാര്യം പറയണം, ഈശോയെ, എൻ്റെ ബുദ്ധിയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നാൽ മതി. എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഒടുക്കം പറയേണ്ട ഒരു ലളിതമായ പ്രാർത്ഥന, ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കർത്താവേ എനിക്ക് തരിക. ഇനി ഞാൻ പ്രാർത്ഥിച്ച കാര്യം നിൻ്റെ മനസ്സിലില്ലെങ്കിൽ ഞാൻ എത്ര ബഹളം വെച്ചാലും എനിക്ക് തന്നേക്കരുതേ എന്നുകൂടെ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മനസ്സിലില്ലാത്തൊരു കാര്യം നമ്മുടെ കൈ കിട്ടിയാലും അത് വാഴില്ല, അത് നമുക്ക് സന്തോഷമായി നന്മയായി മാറില്ല. അതുകൊണ്ട് അപ്പം അങ്ങനെ തരുമോ കർത്താവ്? തരും. അതാണ് ഈ ബാലാമിൻ്റെ ഉദാഹരണം, വളരെ ക്ലാസിക്കലാണ്. ബാലാക്ക് പ്രവചിക്കാൻ വിളിച്ചപ്പോൾ കർത്താവ് ആദ്യമേ പറഞ്ഞാൽ നീ പോകണ്ടെന്ന്. പിന്നെയും കിടന്ന് ഈ ബാലാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പൊക്കോട്ടെ. ഒടുക്കം കർത്താവ് പറഞ്ഞു, എന്തെങ്കിലും കാണിക്കേ. അത് കർത്താവിൻ്റെ മനസ്സിലില്ല ഇവൻ പോകണമെന്നുള്ളത്. ഇവൻ്റെ തന്നിഷ്ടമാണ് ബാലാക്കിൻ്റെ അടുത്തേക്ക് പോകണമെന്ന്. അങ്ങനെ ബാലാം പോകുന്ന വഴി എന്ത് പറ്റി? ഊരിപ്പിടിച്ച വാളുമായി കർത്താവിൻ്റെ ദൂതൻ നിൽക്കുന്നു. കാരണം അത് തന്നിഷ്ടത്തിൻ്റെ വഴിയാണ്. തന്നിഷ്ടത്തിൻ്റെ വഴി അപകടത്തിൻ്റെ വഴിയാണ്. ദൈവ മനസ്സുപോലെ മതി എന്നങ്ങ് നിശ്ചയിച്ചാലുണ്ടല്ലോ, ജീവിക്കാൻ കുറെ കൂടി എളുപ്പമാണ്. ഒന്നാമത്തെ ചിന്ത അതാണ്, കർത്താവേ, നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നാ മതിയേ, മനസ്സിലില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും തരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവന് വന്നൊരു പിഴവുണ്ട്. സൗഖ്യം കിട്ടിയവന്, ഈ ദൈവാനുഭവം കിട്ടിയവന് പറ്റിയൊരു പിഴവ്. ഇവനോട് കർത്താവ് പറഞ്ഞു, നീ ഇത് രഹസ്യമായി സൂക്ഷിക്കുക. പക്ഷെ ഇവൻ്റെ ഈ അമിതാവേശം കാരണം ഇവൻ നാട്ടിലെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നു. അത് ഈശോയ്ക്ക് തന്നെ അത് അപകടമായിട്ട് മാറി. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ ഈശോയ്ക്ക് സാധിച്ചില്ല. കർത്താവിൻ്റെ മിനിസ്ട്രിയെ അത് ദ്രോഹിച്ചു, ഇവൻ്റെ ഈ പ്രവർത്തനം, ഈ എക്സൈറ്റ്മെൻറ്റ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണേ, ആത്മീയ ജീവിതത്തിൽ അമിതാവേശം വേണ്ട. ഇന്ന് അമിതാവേശക്കാരുടെ എണ്ണം കൂടുകയാണ്. കർത്താവ് മനസ്സാകുന്നത് പോലെയും പദ്ധതിയാകുന്നത് പോലെയും പ്രവർത്തിച്ചാൽ മതി. വലിയ അമിതാവേശവും വലിയ അത്യാർത്ഥിയൊന്നും ആത്മീയ ജീവിതത്തിൽ വേണ്ട. അത് അപകടമായിട്ട് മാറും. ചിലപ്പോൾ നമുക്ക് തന്നെ അത് അപകടമാകും. അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സ്പ്രെഡിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ഈ അമിതാവേശം കാരണം നന്മയായിരിക്കുമെന്നേ പറയുന്നത് നല്ല കാര്യമായിരിക്കും. പക്ഷേ അത് അമിതാവേശക്കാരൻ എന്തുകൊണ്ടെന്നറിയാമോ? ഇനി അതിന് റീച്ച് കിട്ടാത്ത രീതിയിൽ എതിർപ്പുണ്ടാക്കിയെടുക്കും ചിലപ്പോൾ നമ്മൾ. അതുകൊണ്ട് സാവകാശം, കർത്താവ് അനുവദിക്കുന്നത് പോലെ ഒരു സ്ലോ പേസിൽ നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കാൻ പറ്റട്ടെ. ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ളതാണ്, എല്ലാം വിളിച്ചു പറയേണ്ടതല്ല. ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കേണ്ടതും ചില കാര്യങ്ങൾ ചില ഇടങ്ങളിൽ മാത്രം പങ്കുവെക്കേണ്ടതുമൊക്കെയാണ്. എല്ലാം എല്ലാവർക്കുമുള്ളതല്ല. ചില കാര്യങ്ങൾ പറയേണ്ട സമയമുണ്ട്, ആ സമയത്തേ പറയാവൂ, അല്ലാത്തൊരു സമയത്ത് അത് പറയരുത്. അതുകൊണ്ടല്ലേ കർത്താവ് താൻ ദൈവപുത്രനാണെന്നുള്ള കാര്യം
ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചു. എപ്പോൾ വരെ? കുരിശുമരണം വരെ. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് ആൾ കൂടണ്ടെന്ന് കർത്താവ് അന്നേ തീരുമാനിച്ചു. അങ്ങനെ കൂടുന്ന ആൾക്കൂട്ടം അത്ഭുതം നടക്കാതെ വരുമ്പോൾ തിരിച്ചു പോകുമെന്ന് കർത്താവിന് അറിയാം. മെസ്സിയാനിക് സീക്രട്ട് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്. മെസ്സിയാനിക് സീക്രട്ട് വെളിപ്പെടേണ്ടത് കുരിശിലാണ്. ആ ശതാധിപൻ വിളിച്ചു പറഞ്ഞത് അവൻ സത്യമായും ദൈവപുത്രനായിരുന്നു. ചില കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവമുണ്ട്. ചില കാര്യങ്ങൾക്ക് ഒരല്പം ഒതുക്കം വേണം, ഒരല്പം അടക്കം വേണം. അതുകൊണ്ട് 2 ചിന്തകളാണ് ഇന്നത്തത്. ഒന്ന്, കർത്താവേ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മതിയേ, അല്ലെങ്കിൽ വേണ്ടായേ. രണ്ടാമത്തത്, ആത്മീയ ജീവിതത്തിൽ പോലും അമിതാവേശം പാടില്ല. കർത്താവ് അനുവദിക്കുന്ന വേഗതയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി, കർത്താവ് അനുവദിക്കുന്ന ആ ആവൃത്തിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന ഒരാത്മീയ പക്വത നമുക്കിനി നേടിയെടുക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുമനസ്സിലുള്ളത് മാത്രം ഞങ്ങൾക്ക് മതിയേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ശരണബോധം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.